Hi friends, everyone design tips and പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. Adobe Illustratorന്റെ 5th ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കുന്നത് ലൈൻ സെഗ്മെന്റ് ടൂളും അതിന്റെ സബ് ടൂളുകളുമാണ്. ഇവിടെ ഞാൻ ലൈൻ സെഗ്മെന്റ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈൻ സെഗ്മെന്റ് ടൂളിന്റെ സബ് ടൂളുകളായിട്ട് മറ്റ് 4 ടൂളുകളും. ആദ്യം തന്നെ നമുക്ക് ലൈൻ സെഗ്മെന്റ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താണ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ലൈൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കീയുടെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ 90 ഡിഗ്രി അതുപോലെ 180 ഡിഗ്രി 360 ഡിഗ്രിയിലൊക്കെ ഈ ഒരു ലൈനെ റൊട്ടേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലൈൻസിൻ്റെ സ്ട്രോക്കിൻ്റെ തിക്നെസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 0.75 പോയിൻ്റാണ് സ്ട്രോക്കിൻ്റെ വെയിറ്റ് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് പ്രീസെറ്റ് സൈസ് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സ്ട്രോക്കിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഓപ്ഷൻ ബാറിനകത്തുള്ള വേരിയബിൾ വിഡ്ത്ത് പ്രൊഫൈലുകളൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നില്ല. അതുപോലെ നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രോക്കിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആർട്ട് ബോർഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഓപ്ഷൻ മെനുവിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു സൈസിന് നമുക്ക് ചേഞ്ച് ചെയ്ത് ആവശ്യമുള്ള സൈസ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ലെങ്ത്തിൽ ഒരു 100 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ആംഗിളിലാണ് നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ഒരു 90 ഡിഗ്രി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ കൊടുത്തിട്ടുള്ള ലെങ്ത്തിലുള്ള ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 90 ഡിഗ്രി ആംഗിളിലാണ് ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിതിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൂൾ നോക്കാം. അടുത്ത ടൂളായിട്ട് വരുന്ന ആർക്ക് ടൂളാണ്. ഈ ഒരു ടൂൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രോയിങ്സിനൊക്കെ ആയിട്ടാണ്. ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന മുൻപ് ലൈൻ ക്രിയേറ്റ് ചെയ്തുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ആർക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ ഈ ഒരു ആർട്ട് ബോർഡിനകത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആർക്ക് ടൂളിൻ്റെ ഓപ്ഷൻ മെനൂസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ലെങ്ത്ത് എക്സ് ആക്സിസും അതുപോലെ തന്നെ ലെങ്ത്ത് വൈ ആക്സിസും കാണാം. നമുക്കിതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഈ ഒരു എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു കർവ് മുതൽ എൻഡ് വരെ വരുന്ന ആ ഒരു ലെങ്ത്തിനാണ്. അതുപോലെ തന്നെ വൈ ആക്സിസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ ഒരു ബെൻഡ് വരെ വരുന്ന ആ ഒരു ലെങ്ത്തിനാണ്. നമ്മളിവിടെ എക്സ് ആക്സിസിനകത്ത് 500 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വൈ ആക്സിസിനകത്ത് ഒരു 100 പോയിന്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് മുതൽ ഈ ബെൻഡ് വരെ വരുന്ന ഒരു ലെങ്ത്തിലാണ് നമ്മൾ 100 പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു 200 പോയിന്റും അതുപോലെ തന്നെ വൈ ആക്സിസിനകത്ത് 400 പോയിന്റും കൊടുക്കാം. ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു ബെൻഡ് വരെ വരുന്ന ആ ഒരു ലെങ്ത്തിലാണ് നമ്മൾ 400 പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ ആംഗിൾ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റിലെ ബോട്ടം പോയിൻ്റാണ് സെലക്ട് ആയിട്ടുള്ളത്. നമുക്ക് ലെഫ്റ്റ് ടോപ്പ് പോയിൻ്റ് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു കർവ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് താഴേക്കാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് റൈറ്റ് ടോപ്പ് പോയിൻ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കർവ് ക്രിയേറ്റ് ആയിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ബോട്ടം ലെഫ്റ്റിലേക്കാണ്. അപ്പം ഇത്തരത്തിൽ ഈ ഓരോ പോയിൻറ്റും മാറ്റി കൊടുത്ത് നമുക്ക് കർവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വരുന്ന ടൈപ്പ് ഓപ്ഷനാണ്. ഇതിനകത്ത് 2 ടൈപ്സ് ആണുള്ളത്, ഓപ്പണും ക്ലോസ്ഡും. നമ്മളിവിടെ ഓപ്പൺ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഈ കർവ് ഓപ്പൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ക്ലോസ്ഡ് ടൈപ്പ് നോക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ കർവിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് അലോങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. വൈ ആക്സിസും അതുപോലെ തന്നെ എക്സ് ആക്സിസും ഉണ്ട്. ഇവിടെ വൈ ആക്സിസ് ആണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ എക്സ് ആക്സിസ് നോക്കാം. ഞാൻ ഈ ഷേപ്പിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വൈ ആക്സിസ് സെലക്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ കർവ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്താണ്. അതുപോലെ തന്നെ എക്സ് ആക്സിസ് സെലക്ട് ചെയ്ത സമയത്ത് ഈ കർവ് വന്നിരിക്കുന്നത് മുകളിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
ഇനി അടുത്തായിട്ട് വരുന്ന സ്ലോപ്പ് ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കോൺകേവും അതുപോലെ കോൺവെക്സ് ഓപ്ഷനും കാണാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷേപ്പ് വരുന്ന കോൺവെക്സ് ടൈപ്പാണ്. അതുപോലെ ഞാനിവിടെ വാല്യൂ മൈനസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺകേവ് ടൈപ്പുള്ള കർവ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കർവ് വന്നിരിക്കുന്നത് അകത്തേക്ക് കുഴിഞ്ഞ ടൈപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ കോൺകേവ് ടൈപ്പും അതുപോലെ കോൺവെക്സ് ടൈപ്പുമുള്ള കർവുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ ഓപ്പൺ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കർവൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടൂൾ നോക്കാം. അടുത്ത ടൂളായിട്ട് വരുന്ന സ്പൈറൽ ടൂളാണ്. ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്പൈറൽ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താണ് സ്പൈറൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഡിസൈനുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ ഓപ്ഷൻ മെനു നോക്കാം. ഈ ഒരു റേഡിയസ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സൈസാണ്. നമുക്ക് ഈ ഒരു സൈസ് മാറ്റി ഒരു 50 പോയിൻ്റ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ വളരെ ചെറുതായിട്ടുള്ള ഒരു സ്പൈറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഞാനിവിടെ ഒരു 250 പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അടുത്ത ഡിക്കേ ഓപ്ഷൻ നോക്കാം. ഇവിടെ 80% ആണ് നോർമലായിട്ട് വരുന്നത്. നമ്മളിവിടെ ഒരു 50% കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സ്പൈറലിൻ്റെ ലെങ്ത്ത് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ 80 തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെഗ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ സെഗ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് വരുന്ന സ്പൈറലിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 10 ആണ് നോർമലായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഒരു 5 കൊടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സെഗ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതായത് സ്പൈറലിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനൊരു 15 കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളവിടെ വാല്യൂ കൊടുത്തതനുസരിച്ച് സ്പൈറൽ കൂടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്ന സ്റ്റൈൽസ് ആണ്. ഇവിടെ 2 ടൈപ്പ് സ്റ്റൈലാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഈ ഒരു സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മുകളിലേക്കാണ് സ്പൈറൽ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് അടുത്ത സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഈ ഒരു സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് താഴേക്കാണ് ഇതിൻ്റെ സ്പൈറൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സ്പൈറൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാനുവലായിട്ട് തന്നെ നമുക്ക് ഏത് ഒരു പൊസിഷനിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പൈറൽ ടൂൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടൂളായിട്ടുള്ള റെക്റ്റാങ്കുലർ ഗ്രിഡ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ പല ഇൻഫോഗ്രാഫിക് ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഗ്രിഡിൻ്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രിഡിൻ്റെ ഓപ്ഷൻ മെനു നോക്കാം. ഇവിടെ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു 100 വിഡ്ത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹൈറ്റ് ഞാനൊരു 200 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ വെച്ചിട്ടുള്ള ഗ്രിഡാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷനായിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിവൈഡേഴ്സ് നോക്കാം. ഇവിടെ ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് അതായത് റോയിൻ്റെ ഡിവൈഡേഴ്സ് നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ റെഡ്യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ 5 ആണുള്ളത്. നമുക്കിവിടെ 2 കൊടുത്ത് നോക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൊറിസോണ്ടലായിട്ട് 2 ഡിവൈഡേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്ന സ്ക്യൂ ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനകത്ത് നമുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോകളുടെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ താഴേക്ക് വരുന്നതോറും ഇതിൻ്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്. ഏറ്റവും താഴെ വളരെ സ്ക്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഞാനിവിടെ വാല്യൂ മൈനസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് ബോട്ടം വരുന്ന ആ ഒരു റോയിൻ്റെ സൈസ് കൂടുതലായിരിക്കും. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ബോട്ടം വരുന്ന ആ റോയിൻ്റെ സൈസ് കൂടുതലാണ്. അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരുന്നതോറും ഇതിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തായിട്ട് വരുന്ന വെർട്ടിക്കൽ ഡിവൈഡേഴ്സ് ആണ്. അതായത് കോളത്തിൻ്റെ നമ്പേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 50 ആണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ 10 കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതൊരു 0 തന്നെ ആക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് വെർട്ടിക്കൽ ഡിവൈഡേഴ്സിനെ കുറിച്ചാണ്. ഇവിടെ നമ്പറിൽ 10 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം കോളത്തിനകത്ത് നമ്മൾ 10 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ ഡിവൈഡേഴ്സ് കൂട്ടി അല്ലെങ്കിൽ കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്ക്യൂ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മുകളിൽ കണ്ട പോലെ തന്നെ സെയിം സ്ക്യൂ ഓപ്ഷൻ ആണ്. ഈ ഒരു സ്ക്യൂ ഓപ്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ട് വരുന്ന ഡിവൈഡേഴ്സിൻ്റെ സൈസാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി അടുത്തായിട്ട് വരുന്ന ടൂള് പോളാർ ഗ്രിഡ് ടൂളാണ്. ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് യൂഡി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് സ്ട്രെച്ച് ആയി പോകാതെ കിട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള ഡയഗ്രാംസോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓപ്ഷൻ മെനു നോക്കാം. ഇവിടെ നമ്മൾ മുൻപ് ഗ്രിഡ് ടൂളിൽ കണ്ട പോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന കൺസെൻട്രിക് ഡിവൈഡേഴ്സ് ആണ്. ഈ ഒരു കൺസെൻട്രിക് ഡിവൈഡേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ ഒരു റൗണ്ടിനാണ്. അതുപോലെ നമുക്കിവിടെ നമ്പേഴ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാനൊരു 10 കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു കൺസെൻട്രിക് ഡിവൈഡേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, അതായത് റൗണ്ട്സുകൾ കൂടിയിട്ടുണ്ട്. അതുപോലെ അടുത്തായിട്ട് വരുന്ന റേഡിയൽ ഡിവൈഡേഴ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോളാർ ഗ്രിഡ് ഷേപ്പിനകത്ത് വരുന്ന ക്രോസ് ആയിട്ടുള്ള ലൈൻസിനാണ് റേഡിയൽ ഡിവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്പേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം 5 റേഡിയൽ ഡിവൈഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ ഈ ഒരു സ്ക്യൂ ഓപ്ഷൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ മുൻപ് റെക്ടാങ്കുലർ ഗ്രിഡ് ടൂളിനകത്ത് നോക്കിയുള്ള ആ ഒരു സ്ക്യൂ ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഞാൻ ഈ ഒരു സ്ക്യൂവിനകത്ത് വാല്യൂ മൈനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മിഡിൽ വരുന്ന ഒരു കൺസെൻട്രിക് ലൈൻസ് കൂടുതൽ സ്ക്യൂ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് വരുന്തോറും ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസും കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.